ഗൾഫ് വെയിറ്റിലേക്ക് വിശദമായി. UAE-യിൽ ഇന്ധന വിലയിൽ കുറവ്. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് ഏപ്രിൽ മുതൽ 3 ദിർഹം 1 ഫിൽസ് നൽകണം. മാർച്ചിൽ ഇത് 3 ദിർഹം 9 ഫിൽസ് ആയിരുന്നു. സ്പെഷ്യൽ 95 പെട്രോൾ 2 ദിർഹം 90 ഫിൽസും E+91 പെട്രോൾ ലിറ്ററിന് 2 ദിർഹം 82 ഫിൽസുമാണ് നൽകേണ്ടത്. മാർച്ചിൽ ഇത് യഥാക്രമം 2 ദിർഹം 97 ഫിൽസും 2 ദിർഹം 90 ഫിൽസുമായിരുന്നു. ഡീസൽ വിലയിലും കുറവുണ്ട്. മാർച്ചിൽ ലിറ്ററിന് 3 ദിർഹം 14 ഫിൽസായിരുന്ന ഡീസൽ വില ഏപ്രിലിൽ 3 ദിർഹം 3 ഫിൽസായി മാറി. ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നും സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യക്ക് പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തും. കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ MP അബ്ദുൾ സമദ് സമദാനിയെ അറിയിച്ചതാണ് ഇക്കാര്യം. ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്ക് നിലവിൽ രാത്രി 11:45 എയർ ഇന്ത്യ സർവീസ് ഉള്ളത്. ഇതിനു പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തും. എന്നാൽ സമയത്തിൽ വ്യത്യാസമുണ്ട്. രാത്രി 12:30 പുറപ്പെട്ട് പുലർച്ചെ 5:50 കോഴിക്കോട്ട് എത്തുന്ന രീതിയിലാണ് ക്രമീകരണം. UAE-യിൽ പുതിയതായി നിയമിതരായ ഭരണാധികാരികൾക്ക് അഭിനന്ദനം അറിയിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പുതുതലമുറയിലെ ഭരണാധികാരികളായ നിങ്ങളിലൂടെ യാത്ര തുടരുമെന്നാണ് ട്വിറ്ററിൽ അദ്ദേഹം കുറിച്ചത്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും പുതിയ ഭരണാധികാരികൾക്ക് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. 4 നിയമനങ്ങളാണ് ബുധനാഴ്ച UAE പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. UAE ഫെഡറൽ സുപ്രീം കൗൺസിലിന്റെ അംഗീകാരത്തോടെയാണ് നിയമനങ്ങൾ. UAE ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി മന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനെയാണ് UAE വൈസ് പ്രസിഡന്റായി നിയമിച്ചത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനൊപ്പം ഷെയ്ഖ് മൻസൂറും പുതിയ ചുമതല വഹിക്കും. UAE പ്രസിഡന്റിന്റെ മൂത്ത മകനായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെയാണ് അബുദാബി കിരീടാവകാശിയായി നിയമിച്ചത്. അബുദാബിയിലെ ഉപഭരണാധികാരികളായ ഹസ ബിൻ സായിദിനെയും തഹ്നൂർ ബിൻ സായിദിനെയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ദുബായ്. ഷാർജയിൽ ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത പ്രവാസി ഗുജറാത്ത് സ്വദേശിയാണെന്ന് വ്യക്തമായി. ഭാര്യയ്ക്ക് വിഷം നൽകിയും മക്കളെ കഴുത്തു ഞെരിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 3 വയസ്സും 7 വയസ്സുമാണ് മക്കളുടെ പ്രായം. ഷാർജയിലാണ് താമസിക്കുന്നതെങ്കിലും ഇയാൾ സമീപ എമിറേറ്റിലാണ് ജോലി ചെയ്തിരുന്നതെന്നും ഷാർജ പോലീസ് കമാൻഡ് ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് അൽസാരി അൽ ഷംസി പറഞ്ഞു. ഇയാൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇയാൾ കെട്ടിടത്തിൽ നിന്ന് ചാടിയെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഭാര്യയെയും മക്കളെയും താൻ കൊന്നുവെന്ന് വ്യക്തമാക്കുന്ന ഇയാളുടെ കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് 18 ഷാർജ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മാനനഷ്ട നോട്ടീസിന് മറുപടി നൽകി സ്വപ്ന സുരേഷ്. മാപ്പ് പറയില്ല എന്നും ചില്ലിക്കാശ് പോലും നഷ്ടപരിഹാരമായി നൽകാൻ തയ്യാറല്ല എന്നും 4 പേജ് നീണ്ട മറുപടിയിൽ സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ R കൃഷ്ണരാജ് വ്യക്തമാക്കുന്നു. വിജേഷ് പിള്ളയെ MV ഗോവിന്ദൻ അയച്ചുവെന്ന് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിട്ടില്ല. തന്നെ MV ഗോവിന്ദൻ അയച്ചുവെന്ന് വിജേഷ് പിള്ള പറഞ്ഞുവെന്നാണ് താൻ പറഞ്ഞത്. അതിനാൽ MV ഗോവിന്ദൻ അയച്ച മാനനഷ്ട നോട്ടീസ് അടിസ്ഥാനരഹിതമാണെന്നാണ് സ്വപ്നയുടെ വാദം. എല്ലാ നിയമ നടപടിയെയും സ്വാഗതം ചെയ്യുന്നുവെന്നും മറുപടിയിൽ പറയുന്നു. എന്താണ് നടന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നും സ്വപ്ന പറയുന്നു. നിർമ്മാണ ഫീസുകളിൽ വൻ വർധന വരുത്തി സർക്കാർ ഉത്തരവ്. കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റിനും ലൈസൻസിനും ചെലവേറും. പഞ്ചായത്തുകളിൽ ലൈസൻസ് അപേക്ഷാ ഫീസ് ചതുരശ്ര മീറ്ററിന് 300 രൂപ മുതൽ 3000 രൂപ വരെയാക്കി ഉയർത്തി. മുനിസിപ്പാലിറ്റിയിൽ 300 രൂപ മുതൽ 4000 രൂപ വരെയും കോർപ്പറേഷനിൽ അത് 300 രൂപ മുതൽ 5000 രൂപ വരെയുമാണ് ഫീസ്. പെർമിറ്റ് ഫീസിലും വർധനയുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാന വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തീരുമാനമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തേത് കുറഞ്ഞ നിരക്കാണെന്നും സർക്കാർ അവകാശപ്പെടുന്നു. ഏപ്രിൽ 10 മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ നാളെ മുതൽ നടപ്പിലാക്കി തുടങ്ങുന്നതോടെ സമസ്ത മേഖലകളിലും വില വർധനയാകും മലയാളികളെ കാത്തിരിക്കുന്നത്. മദ്യത്തിനും ഇന്ധനത്തിനും വില കൂടും. ഭൂമിയുടെ ന്യായവിലയിലും വർധനവുണ്ടാകും. ഇതോടെ കുടുംബ ബജറ്റുകൾ താളം തെറ്റുമെന്ന് ഉറപ്പാണ്.
നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന നികുതി നിർദ്ദേശങ്ങൾ ഇങ്ങനെ. മദ്യത്തിനും ഇന്ധനത്തിനും ബജറ്റിൽ പ്രഖ്യാപിച്ച സെസ് ഈടാക്കി തുടങ്ങും. 500 മുതൽ 999 രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു കുപ്പിക്ക് 20 രൂപയും 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 20 രൂപയുമാണ് സെസ്. പെട്രോളിനും ഡീസലിനും 2 രൂപ വർദ്ധിക്കും. മദ്യ സെസ് വഴി 400 കോടിയും ഇന്ധന സെസ് വഴി 750 കോടിയും ഫണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ക്ഷേമ പെൻഷൻ നൽകാനുള്ള സാമൂഹിക സുരക്ഷാ സീഡ് ഫണ്ടിലേക്കാണ് സെസ് തുക പോകുന്നത്. ഭൂമിയുടെ ന്യായവില, വാഹന നികുതി തുടങ്ങിയവയും വർദ്ധിക്കും. ന്യായവില 20% വർദ്ധിക്കുക. പണയാധാരം രജിസ്ട്രേഷൻ, ഒഴിവുകുറികൾക്കും 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകണം. വസ്തുനികുതി 5% വർദ്ധിക്കും. വാണിജ്യ വ്യവസായ യൂണിറ്റുകൾക്കുള്ള വൈദ്യുതി തീരുവയിൽ 5% വർധന. ഇരുചക്ര വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി 2% കൂടും. 2000 മുതൽ 4000 രൂപ വരെയാകും വില വർധന. 5 ലക്ഷം വരെ വിലയുള്ള കാറുകൾക്ക് 1% നികുതി വർധന. 5 മുതൽ 15 ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങൾക്ക് 2% നികുതി കൂടും. 15 മുതൽ 20 ലക്ഷം രൂപ വരെയും 20 മുതൽ 30 ലക്ഷം രൂപ വരെയും വിലയുള്ള വാഹനങ്ങൾക്ക് 1% നികുതി കൂടും. ഇതിലൂടെ 432 കോടി അധിക വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും നിരക്ക് വർദ്ധിപ്പിച്ചതിന്റെ ആഘാതത്തിൽ നിന്ന് സാധാരണക്കാർ പുറത്തു കടക്കും മുമ്പാണ് ഇന്ധന വില വർധനവ് നാളെ മുതൽ നിലവിൽ വരുന്നത്. ഇതോടെ എരിതീയിൽ നിന്ന് വറചട്ടിയിൽ വീണ അവസ്ഥയിലാകും മലയാളികൾ. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. 40,000 കോടി രൂപയുടെ കുറവാണ് ഉണ്ടാകുന്നത്. കേന്ദ്രത്തിന്റെ ഇടപെടൽ സാമ്പത്തികമായി സംസ്ഥാനത്തിന്റെ ഖജനാവിനെ ബുദ്ധിമുട്ടിലാക്കി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച പദ്ധതി വിഹിതത്തിൽ 97% വിനിയോഗിച്ചു. നികുതിയേതര വരുമാനം പരമാവധി പിരിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്നും ധനമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് താൽക്കാലിക ആശ്വാസം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തുവെന്ന കേസ് ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട് ലോകായുക്ത. കേസിൽ ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും ഭിന്നാഭിപ്രായം ഉണ്ടായതിനാലാണ് 3-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് കേസ് വിട്ടത്. മന്ത്രിസഭാ തീരുമാനത്തിൽ അന്വേഷണത്തിന് ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിലായിരുന്നു ഈ ഭിന്നാഭിപ്രായം. നിയമ പോരാട്ടം തുടരുമെന്ന് ഹർജിക്കാരനായ RS ശശികുമാർ പറഞ്ഞു. ലോകായുക്ത സിറിയക് ജോസഫും ഉപലോകായുക്ത ഹാറൂൺ ഉൽ റഷീദും ഉൾപ്പെട്ട ബെഞ്ചാണ് രാഷ്ട്രീയ കേരളം ഏറെ കാത്തിരുന്ന കേസിൽ വിധി പ്രഖ്യാപിച്ചത്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആർക്ക് തുക അനുവദിക്കണമെന്നത് മന്ത്രിസഭയുടെ വിവേചനാധികാരമാണെന്നായിരുന്നു തുടക്കം മുതൽ സർക്കാരിന്റെ വാദം. ഈ അധികാരപരിധി സംബന്ധിച്ച് തന്നെയായിരുന്നു ലോകായുക്തയും ഉപലോകായുക്തയുമായി വ്യത്യസ്ത അഭിപ്രായമുണ്ടായത്. ഹർജിയിലെ ആരോപണങ്ങളുടെ മെരിറ്റ് സംബന്ധിച്ചും ഭിന്നാഭിപ്രായമുണ്ടായെന്ന് വിധിയിൽ വ്യക്തമാക്കുന്നു. കോടതികളെ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രം ഈ കേസിലും ഉണ്ടായെന്ന ആരോപണമാണ് ഹർജിക്കാരൻ ഉയർത്തുന്നത്. അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫൈനൽ വിധി വന്നിട്ടില്ല. അപ്പോൾ 3-അംഗ ബെഞ്ചിലേക്ക് വിടുന്നുണ്ട്. ആ 3-അംഗ ബെഞ്ച് ഡിലേ വരുത്താൻ പാടില്ല. കാരണം 2018 കൊടുത്ത കേസ് 5-ാമത്തെ വർഷമായി. ഇനി നീണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് അടിയന്തരമായി ബെഞ്ച് ഹിയർ ചെയ്യണം. ഹിയർ ചെയ്ത് സമയബന്ധിതമായി ഈ കേസിൽ ഡിസ്പോസൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിക്കും. സിറിയക് ജോസഫിനും ഹാറൂൺ ഉൽ റഷീദിനും പുറമെ ബാബു മാത്യു പി ജോസഫും കൂടി ഉൾപ്പെട്ട ബെഞ്ചാകും കേസിൽ ഇനി വാദം കേൾക്കുക. കേസ് എന്നു പരിഗണിക്കണമെന്ന് ലോകായുക്ത തീരുമാനിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറെ വിവാദമായ പാറ്റൂർ ഭൂമി ഇടപാടും ലോകായുക്തയിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. മന്ത്രിസഭാ തീരുമാനത്തെ ചോദ്യം ചെയ്യാനും അതിൽ അന്വേഷണം നടത്താനും ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ ലോകായുക്തയിൽ ഭിന്നാഭിപ്രായമുണ്ടായത് സർക്കാരിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഫുൾ ബെഞ്ചിന് വിട്ടതോടുകൂടി 2018 ഫയൽ ചെയ്ത കേസിൽ അന്തിമ വിധി ഇനിയും വൈകും. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. അന്തിമമല്ലെങ്കിലും സർക്കാരിനും CPM-നും ഏറെ ആശ്വാസം നൽകുന്നതാണ് ഈ ലോകായുക്ത വിധി. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂല പരാമർശം മുഖ്യമന്ത്രിക്ക് എതിരെ ഉണ്ടായിരുന്നുവെങ്കിൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലാകുമായിരുന്നു. അതേസമയം വിചാരണ ഘട്ടത്തിലൊന്നും ഉണ്ടാകാത്ത ഭിന്നാഭിപ്രായം ലോകായുക്തയിലുണ്ടായത് സംശയത്തോടെ കാണുന്നവരും ഏറെയാണ്. സർക്കാരിനും മുഖ്യമന്ത്രിക്കും താൽക്കാലിക ആശ്വാസം. വിധി എതിരായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജിക്ക് വരെ വഴി തുറന്നേനെ. 4 വർഷത്തിലേറെ എടുത്താണ് കേസിൽ വാദം പൂർത്തിയായത്. വിധി പറയാൻ പിന്നെയും 1 വർഷമെടുത്തു. ഫുൾ ബെഞ്ചിന് വിട്ടതിനാൽ അന്തിമ വിധിക്ക് ഇനിയും വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. ഈ സർക്കാരിന്റെ കാലത്ത് വിധിയുണ്ടാകുമെന്ന കാര്യത്തിലും ഉറപ്പില്ല. ലോകായുക്തയുടെ അമിതാധികാരം ഒഴിവാക്കാനാണ്
പുതിയ നിയമനിർമ്മാണത്തിന് നിർബന്ധിതമായതെന്നായിരുന്നു സർക്കാർ ഭാഷ്യം. ഹർജിയിൽ ചോദ്യം ചെയ്തതും അതുതന്നെ. ആ വാദം ഭാഗികമായെങ്കിലും അംഗീകരിക്കപ്പെട്ടതും സർക്കാരിന് നേട്ടമാണ്. വിധിയിൽ പറയുന്നത് ക്യാബിനറ്റിന്റെ തീരുമാനം പരിശോധിക്കാനുള്ള അധികാരം ലോകായുക്തയ്ക്കുണ്ടോ എന്ന പ്രശ്നം വിശാല ബെഞ്ച് പരിശോധിക്കുന്നതാണ്. അതവർ പരിശോധിക്കട്ടെ, അത് വന്നതിന് ശേഷം നമുക്ക് പറയാം. അപ്പോൾ ആ കാര്യമാണ്. കേസിന്റെ വിചാരണയുടെ ഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത വ്യത്യസ്ത അഭിപ്രായം ഇപ്പോൾ എങ്ങനെയുണ്ടായി എന്ന ചോദ്യം ശക്തമാണ്. ലോകായുക്തയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കേസെന്ന വാദം പലതവണ സർക്കാർ ഭാഗം ഉന്നയിച്ചതാണ്. അതിൽ സംശയമുണ്ടായിരുന്നെങ്കിൽ വിധി പറയാൻ ഇത്രയും കാലതാമസം എന്തിനെന്നാണ് ചോദ്യം. ഇത് യഥാർത്ഥത്തിൽ ലോകായുക്തയെ ഭീഷണിപ്പെടുത്തി നേടിയ ഒരു വിധിയാണ് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. നിയമസഭ പാസാക്കിയ ലോകായുക്ത ഭേദഗതി ബില്ലിൽ ഗവർണറുടെ തീരുമാനം വരുന്നതുവരെ വിധി വൈകിപ്പിക്കാൻ ശ്രമമുണ്ടായെന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. ഇപ്പോഴും ഇക്കാര്യത്തിൽ ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല. അന്തിമ വിധിക്ക് മുൻപ് സർക്കാരിന് അനുകൂലമായ തീരുമാനം ഗവർണർ എടുത്താൽ ലോകായുക്ത നടപടിക്രമങ്ങൾ അപ്രസക്തമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ദേവികുളം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. KPCC അധ്യക്ഷൻ സുധാകരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. ദേവികുളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കുമേൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ രാജയ്ക്ക് 10 ദിവസം സമയപരിധി അനുവദിച്ചിരുന്നു. എന്നാൽ അനുകൂല ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ജനപ്രാതിനിധ്യ നിയമം 107 വകുപ്പ് പ്രകാരം അദ്ദേഹം അയോഗ്യനാണെന്നും അതിനാൽ ഹൈക്കോടതി വിധി പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ഗൾഫ് 18 തുടരുന്നു. കലാ ആസ്വാദകർക്കായി അത്യാധുനിക സാംസ്കാരിക നിലയമെന്ന ആശയവുമായി നിതാ അംബാനി കൾച്ചറൽ സെന്റർ. മുംബൈയിൽ ആരംഭിക്കുന്ന സെന്ററിൽ സംഗീതം, നാടകം, ഫൈൻ ആർട്സ്, കരകൗശല വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിക്കാനും അത് ആസ്വദിക്കാനുമുള്ള അവസരമുണ്ടാകും. കലാ സാംസ്കാരിക പൈതൃകത്തെ പ്രോത്സാഹിപ്പിക്കാനും ആഘോഷിക്കാനുമുള്ള ഒരു ഇടം എന്ന ആഗ്രഹമാണ് സഫലമാകുന്നതെന്ന് നിതാ അംബാനി പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മികച്ചത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ലോകത്തിലെ ഏറ്റവും മികച്ചതിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇടമായിരിക്കും സെന്റർ എന്നും നിതാ അംബാനി പറഞ്ഞു. या देवी सर्वभूतेषु लक्ष्मीरूपेण संस्थिताः नमस्तस्यै 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 नमो नमः. പ്രസവിച്ച് 8ാം നാൾ ജീവനക്കാരിയെ വിളിച്ചു വരുത്തിയ സംഭവത്തിൽ നടപടിയുമായി കേരള സർവകലാശാല. ഡെപ്യൂട്ടി രജിസ്ട്രാർ DS സന്തോഷ് കുമാറിനെ കാര്യവട്ടത്തേക്ക് സ്ഥലം മാറ്റി. വിഷയം വിശദമായി അന്വേഷിക്കാൻ 3-അംഗ സബ് കമ്മിറ്റിയെ സിൻഡിക്കേറ്റ് നിയോഗിച്ചു. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു നടപടി. ന്യൂസ് 18 ഇമ്പാക്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കൈമാറണമെന്ന ഉത്തരവ് ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2016 ഗുജറാത്ത് സർവകലാശാലയ്ക്ക് നൽകിയ നിർദ്ദേശമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 25,000 രൂപ പിഴ ഹൈക്കോടതി ചുമത്തി. ഗുജറാത്ത് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബീരേൻ വൈഷ്ണവിന്റേതാണ് ഉത്തരവ്. 1978 ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദവും 83 ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയെന്നാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് രേഖകളിൽ പറയുന്നത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷയിൽ റോസ് അവന്യൂ കോടതി പ്രത്യേക ജഡ്ജി MK നാഗ്പാലിന്റേതാണ് ഈ വിധി. ജാമ്യാപേക്ഷയെ CBI എതിർത്തിരുന്നു. ജാമ്യം നൽകിയാൽ കേസന്വേഷണത്തെ ബാധിക്കുമെന്നും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു CBIയുടെ വാദം. യൂട്യൂബ് ചാനലുകൾ ഹാക്ക് ചെയ്തുവെന്ന പരാതിയുമായി സൈലം ആപ്പ് മാനേജ്മെന്റ്. നീറ്റ്, JEE, കീം എന്നിവയ്ക്കായി എൻട്രൻസ് ക്ലാസുകൾ നൽകുന്ന സൈലത്തിന്റെ ചാനലുകളാണ് നഷ്ടമായത്. 17 ലക്ഷം കുട്ടികളാണ് ചാനലുകൾ വഴി പഠിക്കുന്നത്. ഇന്നലെ രാവിലെ 3 മണിയോടെയാണ് ചാനൽ ഹാക്ക് ചെയ്തത്. ഈ സാഹചര്യത്തിൽ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾക്ക് സൈലത്തിന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കില്ല എന്നും മാനേജ്മെന്റ് അറിയിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പ്രപഞ്ചയാഗത്തിന് തുടക്കമായി. നേപ്പാളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യാഗാചാര്യന്മാർ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പ്രപഞ്ചയാഗം ഏപ്രിൽ 6 വരെയാണ്. യാഗശാലയിൽ പുലർച്ചെ അരണിയിൽ നിന്നും ജ്വലിപ്പിച്ച അഗ്നി ഹോമകുണ്ഡത്തിൽ പകർന്നതോടുകൂടിയാണ് പ്രപഞ്ചയാഗത്തിന് തുടക്കമായത്.
ബാലത്രിപുരസുന്ദരി ദേവി മുഖ്യപ്രതിഷ്ഠയായ പൗർണമിക്കാവ് മറ്റൊരു മഹായാഗത്തിനു കൂടി വേദിയാകുന്നു. നേപ്പാളിലെ പശുപതിനാഥ്, ബദരീനാഥ്, കേദാർനാഥ്, പത്മനാഭസ്വാമി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം തുടങ്ങി 108 പുണ്യകേന്ദ്രങ്ങളിലെ മുഖ്യ പുരോഹിതർ പ്രപഞ്ചയാഗത്തിന് കാർമ്മികത്വം വഹിക്കും. അഘോരി പരമ്പരയിലെ ശ്രീ ശ്രീ കൈലാസപുരിയാണ് യാഗാചാര്യൻ. പത്ത് തലമുറ ചെയ്തിരിക്കുന്ന സുഹൃതമായ പുണ്യമാണ് ആ തലമുറയ്ക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഈ യാഗശാലയിൽ ഒരു കന്യാകാൻ കഴിയുന്നതാണ് ഓരോ ഭക്തന്റെയും പുണ്യമെന്ന് പറയുവാൻ വേണ്ടി അവസരം വിനിയോഗിക്കുന്നു. പഞ്ചമുഖ ഗണപതി, ഹാലാസ്യ ശിവൻ, പരാശക്തി, നാഗദേവകൾ തുടങ്ങി നിരവധി ഉപദേവകളുടെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. മാസത്തിൽ 2 തവണയെ നട തുറക്കൂ. പൗർണമിക്കും അത് കഴിഞ്ഞു വരുന്ന 2ാമത്തെ വെള്ളിയാഴ്ചയും. എന്താണ് പിതൃക്കൾ, എന്താണ് പിതൃശുദ്ധി, എന്താണ് ചെയ്യേണ്ടത്, ഏത് പൂജയാണ് ചെയ്യേണ്ടത്, കുടുംബകലകം, സന്താനഭാഗ്യമില്ലായ്മ, കുടുംബത്തിലെ എന്ന് വേണ്ട സാമ്പത്തിക പ്രശ്നം, സ്വസ്ഥതയില്ലായ്മ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം. കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ട മഹാകാളിയാഗം നടന്നിരുന്നു. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയ്ക്കുമായാണ് യാഗം നടത്തുന്നത്. യാഗശാല കാണാനെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.